നമുക്കൊരു സ്പെഷ്യൽ കറി ചെയ്യാം, ദാറ്റ് ഇസ് 2 in 1. അതായത് നമുക്ക് ടിക്ക ആക്കണമെങ്കിൽ ആക്കാം, അതല്ല തന്തൂരി ചിക്കനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ തന്തൂരി ചിക്കൻ ആണെന്നുള്ള ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടം, എനിക്കും ഇഷ്ടം തന്തൂരി ദാൻ അൽഫാം എന്നുള്ളത്. അതെന്ന് വെച്ചാൽ തന്തൂരിക്കകത്ത് കുറച്ചുകൂടെയൊക്കെ ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കുവേ. മറ്റേ ചിക്കനൊക്കെ അൽഫാമൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇച്ചിരി ഉപ്പും എരിവും പുളി ഉള്ളതാണ് ഇഷ്ടം. അപ്പം ഇന്ന് നമ്മളിത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ കറി ആക്കണമെങ്കിൽ കറി ആക്കുകയും ചെയ്യും, അതല്ല തന്തൂറായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഏത് വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. പുകച്ച ഒരു ചൊവ്വ വേണമല്ലോ, സ്മോക്കി ടേസ്റ്റ് എന്ന് പറയും. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാ ചെയ്യും, നമ്മുടെ ഈന്തുപ്പില്ലേ അതാ ബ്ലാക്ക് സോൾട്ട് ഞാൻ അങ്ങ് ഇടും. അപ്പം എന്നാന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാ ബെറ്റർ. അതല്ല ഇനി നമുക്ക് എന്നാ പറയുക പുകച്ച് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല കൽക്കരിയൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ നമുക്കപ്പോൾ അത്രയും ആവശ്യവുമില്ല, ഒരു കരിക്കട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അത് നല്ല ചൂടാക്കി വെച്ച് നെയ്യ് ഒഴിച്ച് ഈ കംപ്ലീറ്റ് അടച്ചു വെക്കുവാണെങ്കിൽ ഒരു സ്മോക്കി ടേസ്റ്റ് വരും. പണ്ടൊക്കെ ആണെങ്കിലും എപ്പോഴും പറയുകയല്ലേ ഞാൻ പുകഞ്ഞതാരും തിന്നുകയില്ലാന്ന്, ഇപ്പം പക്ഷെ പുകഞ്ഞതാ തിന്നുന്നത്, എന്നാ ചെയ്യാൻ നോക്കും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നൊക്കെ പറഞ്ഞ പോലെ, പക്ഷേ ഹെൽത്തി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഓടാം, അതല്ലേ ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി അല്ലെന്നുണ്ടെങ്കിൽ ഓടാനൊക്കെ ഒക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നൊക്കെ നോക്കാവേ. ഫസ്റ്റ് തന്തൂരി ചിക്കൻ പുരട്ടാനുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് തൈര, പുളിയില്ലാത്ത തൈര ബെസ്റ്റ് കേട്ടോ. കാര്യം ഒരുപാട് പുളി എനിക്ക് ഈവൻ ഏത് കറിയിലാണേലും പിടിക്കുകയില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ. എരിവ് വേണ്ടിയുള്ളവർക്ക് മറ്റേ മുളക് പൊടിയും കൂടെ, അതായത് എരിവുള്ള മുളക് പൊടിയും കൂടെ ഇടാം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് ബ്ലാക്ക് സോൾട്ട്. ഇതിന് കുറച്ച് ടേസ്റ്റ് അതുകൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല മതി. പിന്നെ ഇച്ചിരി നാരങ്ങാനീര്, തൈരും ചേർക്കുന്നുണ്ട് നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോണം. അത് നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുളി ഉള്ള തൈര് അധികം വേണ്ടാന്ന്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് കടുകെണ്ണ ചേർക്കും, അല്ല ചിലർ എള്ളെണ്ണ ചേർക്കുന്നതുകൊണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലേ ചേർക്കത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗ്രേവി ചെയ്യുമ്പോഴും സൺഫ്ലവർ ഓയിൽ ചെയ്യാം. പക്ഷേ നമ്മുടെ ചിക്കൻ വറക്കുമ്പോൾ ഉണ്ടല്ലോ സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് നമ്മൾ അതിനെ വറക്കുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രേവിക്ക് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് പട്ട എന്ന് പറയുമ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കഷ്ണം മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്കായ, 3-4 എണ്ണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു, കുറച്ച് മീൻസ് എപ്പോഴും ഞാൻ ഗ്രാമ്പു പട്ട ഏലക്കായൊക്കെ ഒരു 3-4 എണ്ണേ കണക്ക് വരുവുള്ളേ. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, ഒരു 1 കിലോ ചിക്കൻ ആണെങ്കിൽ അറിയാമല്ലോ, 1.5 സ്പൂൺ ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ ഇത് ഒരു 3 സവാള എന്താ പറയുക, ഒരു ക്രഷ് ചെയ്തെടുത്ത, അരിഞ്ഞതും അല്ല എന്നാൽ കുറച്ച് നമ്മൾ ചതച്ചെടുത്തതാണ്, അരിയാൻ മടിച്ചിട്ടാന്ന് കൂട്ടിക്കോ. അതായത് എല്ലാ സവാളയും കൂടെ മിക്സിയിലിട്ടേച്ച് ചെയ്യരുത്, ഒന്ന് ക്രഷ് ചെയ്ത് ഓരോ സവാള വീതം ക്രഷ് ചെയ്തെടുത്താൽ മതി. അന്നേരം നമുക്കൊന്ന് വഴറ്റാനും എളുപ്പമുണ്ട്. പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരിയാണ്, അത് ഒരു 2-3 തക്കാളി എടുത്തേച്ച് ഒന്ന് അടിച്ചെടുത്തേക്കോ. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ്, കെച്ചപ്പ് ഒന്നും അധികം ചേർക്കല്ലേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ഉപ്പ്. ഇതിപ്പോൾ സാധാ ഉപ്പ് എടുത്തേക്കുന്നത് നമ്മൾ, പക്ഷേ ചിക്കനകത്തോട്ട് ബ്ലാക്ക് സോൾട്ട് ചേർക്കുന്നതുകൊണ്ടുണ്ടല്ലോ ആ ബ്ലാക്ക് സോൾട്ടിന് സാധാ ഉപ്പിനേക്കാളും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം അതൊന്ന് നോക്കിയേച്ച് വേണം ചേർക്കാൻ. ചിക്കനിനകത്ത് നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ്. അപ്പോൾ ഗ്രേവിയിൽ ഒരു ഇച്ചിരി ചേർത്താൽ മതി. ചേർത്തതിന് ശേഷം ചിക്കനും കൂടി ഇടുമല്ലോ ഗ്രേവിയിലേക്ക്, എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തുടക്കം തൈര് വേണ്ട, ഫസ്റ്റ് മഞ്ഞപ്പൊടി തുടങ്ങുന്നതിലേ ഒരു ഐശ്വര്യം. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഐശ്വര്യമായിട്ട് നമുക്ക് തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി,
മുളക് പൊടി കാശ്മീരിയും മറ്റേതും ചേർക്കുവാണെങ്കിൽ 50-50 ബേസിസ് ചേർത്തോണേ. ഇപ്പം ഞാൻ ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് രണ്ടിനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മതി. പേസ്റ്റ് വാങ്ങിയതാ, അപ്പോൾ ഒരു ഇച്ചിരിയെ ചേർക്കത്തുള്ളൂ. ഇനി ചേർക്കാനുള്ളത് കുറച്ച് നാരങ്ങ നീര്, അതായത് ഒരു നാരങ്ങയുടെ 1/2 മുറി മാത്രം മതിയേ. തൈര് ചേർത്തിട്ടുണ്ട്, അപ്പം അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഇന്ദുപ്പ്. ഇത് ചേർക്കുമ്പോഴും നോക്കിക്കോണം, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നതിനകത്തും ഉപ്പുണ്ട്, അപ്പോൾ നോക്കി വെച്ച് വേണം ചേർക്കാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ നല്ലെണ്ണ കടുകെണ്ണ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കംപ്ലീറ്റ്ലി വരണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ശരിക്കും തന്തൂരി എൻ്റെ കയ്യിൽ ശരിക്കും ആ ഒരു എണ്ണ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്രാവശ്യം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിക്കാവേ. എനിക്കിഷ്ടം അതായതുകൊണ്ടാണ്. പക്ഷേ റിയലി അതിനകത്ത് അവർ ഒഴിക്കുന്നത് ഈ കടുകെണ്ണയോ നല്ലെണ്ണയോ ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എപ്പോഴും ചിക്കൻ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു തലേന്നേ പുരട്ടി വെക്കുവാണെങ്കിൽ നല്ലതാണ്. എപ്പോഴും സമയം ചിക്കന് കൊടുക്കുന്ന ഒത്തിരി നല്ല കാര്യം. ചിക്കനകത്തോട്ട് നമ്മൾ തൈരെല്ലാം ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ ഈ തൈരും നാരങ്ങയും എല്ലാം സഹായിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം ചിക്കനെ പിടിക്കാനും നല്ലതാണ്. അപ്പോൾ അതല്ലേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുന്നത്, കുറച്ച് ജ്യൂസി ആവും. ഇതിപ്പോൾ പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ മുളക് പൊടി കാശ്മീരി ഇട്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൽ കാണിക്കുന്ന പോലെ കിട്ടുകയില്ല. കാര്യം എന്നാന്ന് പറഞ്ഞുതരാം, ഇതിനാ നിറം കിട്ടാത്ത എന്നാന്ന് വെച്ചാൽ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് കളർ ചേർത്തേച്ച് ചെയ്യുവാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ വരും. ഇനി നല്ല എരിവ അഥവാ വേണമെന്ന് തോന്നുവാണെങ്കിൽ മുളക് പൊടി എരിവുള്ളത് ഇട്ടേച്ചുണ്ടല്ലോ, ഒരു ഇച്ചിരി കളറൂടെ ചേർത്തേച്ചാൽ മതി. ആക്ച്വലി ഇത് കുറേ സമയം ഒന്ന് ഇരിക്കണം, എന്നാൽ മാത്രമേ ഇത് അതിൻ്റെ ആ ഗ്രേവിയിലോട്ട് കംപ്ലീറ്റ് എല്ലാം ഒന്ന് ആവത്തുള്ളൂ. പക്ഷെ എന്നാ ചെയ്യാനാ അല്ലേ, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ കൈ കഴിയേച്ചു വന്ന് നമുക്കിത് വറക്കാനായിട്ടിടാം. അല്ല എന്നാ ചെയ്യാൻ നോക്കും. ഇനിയാന്നു നമ്മൾ ഗ്രേവി ഇപ്പം ചെയ്യത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ചിക്കനകത്ത് ഒന്നും മസാല പിടിച്ചിട്ടില്ല എന്നുള്ളത്. അറിയാമല്ലോ, ഒരു ഓവർനൈറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ ഒരു 1 hour മിനിമം, അല്ലേ പോട്ടെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാതിരുന്നേച്ച് ചിക്കൻ കയറി വറുത്ത അതിനകത്തൊന്നും പിടിക്കുമല്ലോ നമുക്കറിയാം. പക്ഷേ പിന്നെ ഒരു സമാധാനം എന്നാണെന്നറിയാമോ, നമ്മൾ പുരട്ടിയിരിക്കുന്ന മസാല കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. അന്നേരം നമ്മൾ കറിയിലോട്ടാക്കുമ്പോൾ ഈ മസാലയും കംപ്ലീറ്റ് കറിയിലോട്ട് വരും. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, ഏതാ ചിക്കനകത്ത് പുരട്ടിയതൊന്നും വെളിയിൽ പോവുകയല്ല. അതുകൊണ്ട് നമുക്കങ്ങ് വറക്കാവേ. ഈ വറുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബട്ടറും എണ്ണ എല്ലാം കൂടെ തേച്ച് നമുക്ക് വറുക്കാനിടാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനേന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഫാറ്റ് ഇറങ്ങും. ആ ഫാറ്റിൽ കിടന്ന് മൂത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാ നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷേ ഈ സമയത്ത് നമുക്ക് ഒട്ടും നേരമില്ലാത്ത നേരത്ത് നമുക്ക് അതിനുള്ള നേരമുണ്ടോ? ഇല്ല. അന്നേരം പിന്നെ എന്നാ ചെയ്യും, ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് നമുക്കങ്ങ് ഇച്ചിരി എടുത്തോളൂ, ഒത്തിരി അങ്ങ് ഇടുകയില്ല. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ബട്ടർ ഇടാം. ഓക്കെ, തീ ഒന്ന് നല്ല കുറച്ച് വെച്ച് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇതിനകത്തോട്ട് ഇടാവേ. ചിക്കൻ വേവാനൊന്നും നിൽക്കണ്ട, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് 2 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് സെക്കൻഡിന് അത്രയും മൂത്തിട്ടില്ല, പക്ഷെ എന്നാലും സെക്കൻഡ് കുറച്ച് മൂത്തിട്ടുണ്ട്. പക്ഷെ ഈ എണ്ണ എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ട്, എന്നാലും ഞാനത് ഉപയോഗിക്കാം. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇച്ചിരി പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിക്കോട്ടെ. ഇതിനകത്ത് മാറ്റി വെച്ചേക്കുന്ന ഒരു പീസ് എന്നാന്ന് വെച്ചാൽ അത് കരള. അന്നേരം ഇതിനകത്തോട്ട് ഇടുവാന്നേൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനായിട്ട് വെച്ചേക്കുക.
ഇനി ഈ എന്താ പറയുക, നമ്മൾ വറുത്തെടുത്ത പാന് ഞാൻ അത് മാറ്റുന്നില്ല. അതിനകത്ത് എണ്ണ ഒട്ടും കളയണ്ട. ഈ ഉള്ളി ഒന്നിട്ട് ഒന്ന് പുരട്ടിയെടുക്കാവേ. ഓക്കെ, ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എനിക്ക് ആ മസാലയും നമ്മൾ ചേർത്തേക്കുന്ന ബട്ടറും എല്ലാം ഒന്നും വെറുതെ കളയണ്ടായല്ലോ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേവി ചെയ്യണം. അതിനുള്ള അടുപ്പിൽ ഇനി പാത്രം വയ്ക്കാം. ഇതിനകത്തോട്ടും ഇതേപോലെയാന്നു നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ കടുകെണ്ണയോ നല്ലെണ്ണ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ കടുകെണ്ണ ഇടുമ്പോഴത്തേക്ക് ഒറിജിനൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തന്തൂരി നമ്മൾ നോർത്തിലൊക്കെ കഴിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ നമ്മൾ പുരട്ടി വറുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതിനെ ഒന്ന് ഗ്രില്ലാക്കി എടുക്കാമെങ്കിൽ ശരിക്കും നമ്മൾ തന്തൂരി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഒന്ന് വേവിച്ചേച്ച്, അതായത് ഈ മസാല ഒന്ന് അടുപ്പിൽ വെച്ച് നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിക്കുകയല്ലേ, വേവിച്ചേച്ച് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ഭയങ്കര നല്ലതാണ്. ചുട്ടെടുക്കാൻ മീൻസ് ബട്ടറിൽ തന്നെ നമ്മൾ മുരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ. അതല്ല ചുട്ടെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചുട്ടെടുക്കുമ്പോൾ ഉണ്ടോ പ്രശ്നം എന്താണെന്നറിയോ? ഞാനൊരു കാര്യം പറയാം. കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ മാംസം തന്നെ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവേ. ഈ കരിയുന്നത് തിന്നുന്ന അത്ര നല്ലതല്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചേച്ച് ബട്ടർ ആകുമ്പോൾ സേഫാണ്, ടേസ്റ്റാണ്, നല്ലൊരു ഹെൽത്തി ഫാറ്റാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ എന്നാത്തിനാണ് നമ്മൾ ഈ ചൂടാനും കരിക്കാനും ഒക്കെ പോകുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, ഇനി എണ്ണ ചൂടായിട്ട് അതിന് ചൂടാവുന്ന സമയം കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. അന്നേരം പിന്നെ ഈ എണ്ണ ചൂടാവുന്ന ഒരു സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചൂടാവുന്ന സമയം നമുക്ക് ആ സ്പൈസസ് ഒക്കെ ചേർക്കാം. ഫസ്റ്റ് ഒരു കഷ്ണം പട്ട. ഇത് മെലിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട്. പിന്നെ വേണ്ടിയത് ഒരു 2-3 ഏലക്ക, ഗ്രാമ്പു. ഇനി എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നേരത്തെ ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയില്ല, ഇതിനകത്തോട്ട് ഇടുക. ഇതിന്റെ കൂടെ തന്നെ മൊരിയാനുള്ളതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കണേ. അപ്പൊ അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. 1.5 ടീസ്പൂൺ വീതാണേ. നമ്മൾ ചിക്കനേൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ എല്ലാം മൊത്തത്തില്ല, നമ്മുടെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് 1.5 ടീസ്പൂൺ വരുന്നത്. ഇതും നല്ലതായിട്ട് ഒന്ന് മൂക്കണം. മൂക്കുക മീൻസ് നല്ല വഴറ്റണം. അവരൊക്കെ ആണെങ്കിലുണ്ടല്ലോ ശരിക്കും ഒരുപാട് എണ്ണ ഒഴിച്ചേച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം ആവുകയും ചെയ്യും, പക്ഷെ ഒരുപാട് എണ്ണ കാണും. നമുക്ക് അത്രയും എണ്ണ വേണ്ടാത്തതുകൊണ്ടും നമ്മൾ ഇച്ചിരി വഴറ്റാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നു ആ പാട്. ചിക്കനകത്ത് ഉപ്പുണ്ട്, അരപ്പിനകത്ത് ഉപ്പുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളി ഒന്ന് വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പേ. ഇപ്പൊ ഇട്ടിരിക്കുന്ന നോർമൽ സോൾട്ട് ആണ്, മറ്റേ ബ്ലാക്ക് സോൾട്ട് അല്ല. അഥവാ ബ്ലാക്ക് സോൾട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാവേ. ഓക്കെ, നമ്മുടെ ഉള്ളി ഒന്ന് നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞ്, ഇത് മൊരിയൊന്നും വേണ്ട, നന്നായിട്ട് വഴന്നാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തക്കാളി നമ്മൾ അരച്ചു വെച്ചേക്കുന്നില്ലേ, അത് ചേർക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പൊടികളെല്ലാം ചേർക്കണം. കാര്യം പൊടിയുടെ പച്ചച്ചൊവ്വയൊന്ന് മാറാനുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ചിക്കൻ ടിക്കായിൽ ചേർത്ത അതേ പൊടികളാണ്, പ്ലസ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പൊ അതെല്ലാം ടീസ്പൂൺ കണക്കാണ്. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ ഗരം മസാലയുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്തേച്ചാൽ മതി. ഇനി ഈ പൊടി ഈ നമ്മുടെ തക്കാളിയുടെ വെള്ളത്തിനകത്തൊന്ന് കിടന്നേച്ച് നല്ലോണം ഒന്ന് വെന്ത് ആ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അതാണേ പരുവം.
എന്തായാലും ഞാൻ വെക്കുന്ന കറിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അത്രയും നിറം വരികയില്ല, ബിക്കോസ് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. പക്ഷെ അതിന് പകരം ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ നിറം മാത്രമേ എൻ്റെ ചിക്കൻ കറിക്ക് വരത്തുള്ളേ. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഒരുപാട് ഒരു പരിധി വിട്ട് ചേർക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിന് ആ ഒരു റെഡിഷ് ടിൻ്റ് ഒത്തിരി മാറിപ്പോവും, ഒരു യെല്ലോയിഷ് കളറാവും. അപ്പോൾ ഒരുപാട് മഞ്ഞപ്പൊടി ചേർക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഈസ് ഓൾവേസ് സേഫ് അല്ലേ. നമുക്ക് എപ്പോഴും ഫുഡിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ പിന്നെ നമ്മളത് ചേർക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മുടെ പൊടി ഒന്ന് മൂക്കാനും എണ്ണ തെളിഞ്ഞു കിട്ടാനും വേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിക്കും. അന്നേരം ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് പൊടിയും വേവും എണ്ണയും തെളിയും. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചോട്ടെ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നോക്കി വെച്ച് അഥവാ എരിവൊക്കെ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിപ്പോൾ ചേർക്കാം. കാര്യം ഇപ്പം ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ പച്ചച്ചോവയൊന്ന് മാറിക്കിട്ടുവേ. എന്നുവെച്ചത് നോക്കിയേ, നമ്മുടെ ഈ ചട്ടിയിലാന്നേൽ എണ്ണ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഏകദേശം പറ്റി. ഇനി മൊത്തം ഒന്ന് പറ്റിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാ. പക്ഷെ എന്നാണെന്നറിയാവോ, നമ്മൾ ചിക്കൻ ചേർക്കാൻ നേരത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫുൾ വെന്തിട്ടില്ല എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ. അന്നേ അല്ല, കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. അന്നേരം ചിക്കൻ വേവാനുള്ള ഒരു വെള്ളം നമ്മൾ ഇനി ഒഴിക്കുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരിക്കലും പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. കാര്യം ഇത് നല്ല ചൂടാ, ചിക്കൻ നല്ല ഹാഫ് കുക്കായി ഇരിക്കുക. അപ്പോൾ പിന്നെ പച്ചവെള്ളം എടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഇതൊന്ന് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല കറിയിൽ പച്ചവെള്ളം ചുവയ്ക്കും. അത് കറക്റ്റാട്ടോ. അതെന്നാ ചുവയാന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ നോക്കുന്നേ, ആ പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കും. പച്ചവെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്നും എന്നോട് ചോദിക്കരുത്, അതിന് സ്വാദുണ്ട്. ഓക്കെ, വേണ്ട എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് ഞാൻ ആ ഒഴിച്ച വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞു. ഇനി ഞാൻ വേണ്ട ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു ബട്ടർ ചിക്കൻ്റെ ഫാമിലിയിൽ പെടുന്ന കേട്ടോ. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ചിക്കൻ വേവാനുള്ള വെള്ളം. ഭയങ്കര ഗ്രേവിയുള്ള ഒരു കറിയല്ല ഇത്, ഒന്ന് സെമി ഗ്രേവിയുള്ള കറിയാണേ. ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് നോക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കനകത്തുള്ള ഉപ്പും കൂടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പ് തീരുമാനിക്കാം. എരിവെല്ലാം ഒരുപാട് ഇങ്ങനെ പറയുന്ന എരിവല്ല, കുറച്ച്, അതായത് ബട്ടർ ചിക്കൻ ഒന്നും വലിയ എരിവില്ലല്ലോ. പക്ഷേ എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചൊരു എരിവ്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഇച്ചിരി എരിവ് മുന്നേ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് വേവുന്ന സമയത്ത് ഇതിന് ബേസിക്കലി ഒരു ടേസ്റ്റ് എൻ്റെ ഇതാണ്. ഇത് സാധാരണഗതിയിൽ വാങ്ങാൻ നേരം ഇടാൻ ഒഴിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ചിക്കനകത്തോട്ട് ഇച്ചിരി ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ഒരു ഹാഫ് പോർഷൻ ഒഴിക്കുക. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി നേരമായിട്ട് ഒഴിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ പകുതിയേ ഒഴിക്കുന്നുള്ളൂ. പകുതി എന്ന് പറയുമ്പോൾ ബാക്കി എനിക്ക് ഒരു ഇച്ചിരി വാങ്ങാൻ നേരം ഡെക്കറേഷൻ പോലെ ഒഴിക്കണ്ടേ. എന്നാൽ ചിക്കനിലും ഗ്രേവിയിലും ഒക്കെ ക്രീമിൻ്റെ ഒരു എഫക്റ്റ് വരുകയും വേണം. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നേരത്തെ ഒഴിച്ചെന്നേ ഉള്ളൂ. ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാര്യം ഇതിനകത്ത് ഒരുപാട് വെള്ളം വേണ്ട. ചിക്കൻ ഇനി ഒന്ന് വെന്താൽ മാത്രം മതി. അതിനകത്ത് ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് കസൂരി മേത്തിയാണ്. അപ്പോൾ അതും ഞാൻ ഇച്ചിരി ഗ്രേവിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ
ലാസ്റ്റ് വാങ്ങാൻ നേരം ഏറ്റക്കുറച്ചിൽ എന്നാന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാനുമില്ല. ഞാൻ കംപ്ലീറ്റ് ചേർത്തു. ഇനി ഗരം മസാലയുടെ ഒരു ഫ്ലേവർ കുറച്ച് മുന്നേ വേണം തോന്നുകയാണ്, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നേ വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് ചേർക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് അത്രയും വേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് തന്തൂരി ടേസ്റ്റ് ആണെങ്കിൽ കുറച്ച് കടുകെണ്ണ ചേർത്തോളൂ, അല്ലെങ്കിൽ എള്ളെണ്ണ. ഇതിലേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതെല്ലാം നമ്മുടെ ടേസ്റ്റാണ്. എനിക്ക് ഇത് എന്താ പറയുക, വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതിനോടാണ് എനിക്കിഷ്ടം. പ്ലസ് ബട്ടറും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ പാലറ്റിന് ചേരുന്നത് ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. അപ്പം ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക, ബട്ടർ ചിക്കൻ ഫാമിലിയിൽ പെടുന്ന ഒരു ചിക്കനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത്. ഇത് ഇനി എന്താ പറയുക, വേവാനുള്ളൊരു സമയമുണ്ട്. Let's cook with love.